സന്ദീപ് വാര്യർ BJP വിടുമ്പോ മാരാർജി ഭവനിലെ കരച്ചിൽ നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ കൂട്ടക്കരച്ചിൽ കേട്ടത് എവിടെയാണ് സാർ? അത് AKG സെന്ററിൽ സാർ. ആ കരച്ചിലിന് വേണ്ടിയിട്ടാണ് സാർ. അപ്പോ BJP-യിൽ നിന്ന് ഒരാൾ പോലും കൊഴിയാൻ പാടില്ല എന്ന ഏറ്റവും അധികം താല്പര്യം CPM-നല്ലേ സാർ? CPM-ന്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിരുന്നല്ലോ നമ്മുടെ ശ്രീ വിജയരാഘവൻ. അദ്ദേഹത്തെ പരിഹസിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, നിങ്ങളുടെ പാർട്ടിയുടെ കീഴ്വഴക്കം അങ്ങനെയാണ്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ഏക പോളിറ്റ് ബ്യൂറോ മെമ്പർ അദ്ദേഹമായിരുന്നു. CPM അധികാരത്തിൽ വന്നാൽ വിജയരാഘവനാകുമായിരുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രി. ദൗർഭാഗ്യവശാൽ വിജയരാഘവൻ പാലക്കാട്ട് VK ശ്രീകണ്ഠനോട് പരാജയപ്പെട്ടു. മാത്രമല്ല CPM-നാകെ 3 സീറ്റേ കിട്ടിയുള്ളൂ. അങ്ങനെ അതുകൊണ്ട് മാത്രമാണ് മലയാളിക്ക് ഒരു പ്രധാനമന്ത്രി നഷ്ടമായത്. കപ്പിനും ലിപ്പിനും ഇടയിൽ പ്രധാനമന്ത്രി സ്ഥാനം നഷ്ടമായ ആ വിജയരാഘവൻ ഇന്ന് കേരളത്തിലെ മുഴുവൻ മുസ്ലിങ്ങളെയും തെറിവിളിച്ച് നടക്കില്ലേ സാർ? നിങ്ങൾ പരാജയപ്പെട്ടതിന് ഉത്തരവാദിത്തം ഈ നാട്ടിലെ മുസ്ലിങ്ങൾക്ക് മാത്രമല്ല സാർ, ഈ നാട്ടിലെ ക്രിസ്ത്യാനികളും ഈ നാട്ടിലെ ഹിന്ദുക്കളും മതമുള്ളവരും ഇല്ലാത്തവനും എല്ലാം നിങ്ങൾക്കെതിരാണ് സാർ. പാലക്കാട് തെരഞ്ഞെടുപ്പിൽ ഞാൻ മത്സരിക്കുമ്പോൾ നിങ്ങൾ എന്നെ വിളിച്ചത് വെരുത്തനെന്നാണ് സാർ. കാസർഗോഡ് മത്സരിച്ച് കണ്ണൂരുകാരനായ AK ഗോപാലൻ അദ്ദേഹം പാലക്കാട് മത്സരിക്കുമ്പോൾ വെരുത്തനല്ല സാർ. കണ്ണൂരുകാരനായ ശ്രീ EK നായനാർ അദ്ദേഹം പാലക്കാട് മത്സരിക്കുമ്പോൾ അദ്ദേഹം വെരുത്തനല്ല സാർ. ഇനിയും നിങ്ങൾ മത്സരിപ്പിച്ച് പരാജയപ്പെടുത്തി ഗ്രൂപ്പിസത്തൊക്കെയാണല്ലോ സംസാരിച്ചത്. നിങ്ങൾ മാരാരിക്കുളത്ത് മത്സരിപ്പിച്ച് പരാജയപ്പെടുത്തിയ ശ്രീ VS അച്യുതാനന്ദൻ പാലക്കാട് വരുമ്പോൾ അദ്ദേഹം വെരുത്തനല്ല സാർ. മലപ്പുറംകാരനായ EMS നമ്പൂതിരിപ്പാട് പാലക്കാട് മത്സരിക്കാൻ വരുമ്പോൾ അദ്ദേഹം വെരുത്തനല്ല സാർ. ഇനി എന്നെ വെരുത്തനെന്ന് വിളിച്ചതാരാ? ശ്രീ AK ബാലൻ. കോഴിക്കോട് നാദാപുരംകാരനായ ശ്രീ AK ബാലൻ ഒറ്റപ്പാലത്തും കുഴൽമന്നത്തും തരൂരും മത്സരിച്ച ആ ബാലേട്ടനാണ് എന്നെ വെരുത്തനെന്ന് വിളിച്ചത്. ആ ബാലേട്ടന്റെ ശബ്ദം കോറസ് കൊടുത്തതാരാണ്? ശ്രീ K സുരേന്ദ്രൻ. കോഴിക്കോടുകാരനായ അദ്ദേഹം ഇനി മത്സരിക്കാൻ കേരളത്തിൽ ഒരു ജില്ലയും ബാക്കിയില്ല സാർ. കൊല്ലം ജില്ലാ സമ്മേളനത്തിൽ CPM-ന്റെ ജില്ലാ സമ്മേളനത്തിലെ നിങ്ങളുടെ ഒരു പരാമർശം എന്നെ ഏറെ വേദനിപ്പിച്ചു. ആ പരാമർശത്തിൽ നിങ്ങൾ പറഞ്ഞത് ശ്രീ A റഹീമിനെ രാജ്യസഭാ മെമ്പറാക്കിയത് ഒരു തെറ്റായ ഒരു പ്രയോജനവുമില്ല എന്ന. ദയവ് ചെയ്ത് അങ്ങടപെട്ടിട്ട് ആ പരാമർശം പിൻവലിക്കണം. A റഹീമിനെ രാജ്യസഭാ മെമ്പറാക്കിയത് നിങ്ങൾക്ക് പ്രയോജനമില്ലെങ്കിലും ഞങ്ങൾക്ക് വലിയ പ്രയോജനമാണ് സർ. അദ്ദേഹം പാലക്കാട് തെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിന് ആദ്യത്തെ ആഴ്ച എത്താത്തപ്പോൾ എനിക്ക് വലിയ നിരാശയുണ്ടായിരുന്നു. പക്ഷേ രണ്ടാമത്തെ ആഴ്ച അദ്ദേഹം എത്തിയത് കൊണ്ടാണ് തൃക്കാക്കരയ്ക്കും പുതുപ്പള്ളിക്കും വടകരയ്ക്കും ശേഷം പാലക്കാടും ജോറായി മാറിയത്. ശ്രീ റഹീമിനെ പറ്റി ഞാൻ പറയാനുള്ള കാരണം, വെഞ്ഞാറമ്മൂട് ഇരട്ട കൊലപാതകം ശ്രീ റഹീം ആയിരുന്നല്ലോ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വക്താവ്. അതിന്റെ പുതിയ കണ്ടെത്തൽ വന്നിട്ടുണ്ടല്ലോ സാർ. പാതി പ്രതിയായി സാർ. എന്താ സാർ നിങ്ങൾക്ക് മിണ്ടാട്ടമില്ലാത്തത്? നിങ്ങളുടെ 2 സഹപ്രവർത്തകരല്ലേ ഹക്കും മിഥിലാജും? ആ ഹക്കിനെ മിഥിലാജിനെ കൊന്ന കേസിലെ പ്രതികളാരാണ് എന്ന് നിങ്ങൾക്ക് കണ്ടുപിടിക്കണ്ടേ? ഞങ്ങളുടെ 2 സഹപ്രവർത്തകർ ശരത് ലാലും കൃപേഷും കൊല്ലപ്പെട്ടപ്പോ അതിനകത്തെ പ്രതികളായ CPM നേതാക്കന്മാർ അവരുടെയൊക്കെ വീട്ടിൽ കല്യാണവും മരണവും അടക്കമുള്ള വിശേഷം ഉണ്ടാകുമ്പോൾ പോലും പുറത്തിറക്കാത്ത രീതിയിൽ ഞങ്ങൾ ജാഗ്രതയോടുകൂടി നിയമ പോരാട്ടം നടത്തിയവരാണ്. ആ അഭിമാനബോധത്തോടു കൂടിയിട്ടാണ് സാർ പറയുന്നത്. ഈ പാലക്കാട്ടെ പറ്റി പറയുമ്പോൾ ഒരു തുള്ളി വെള്ളം